نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് എല്ലാവരെയും വസിയത്ത് ചെയ്യുകയാണ്. സ്വത്ത് സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ ചില നിർദ്ദേശങ്ങളാണ് നമ്മളിങ്ങനെ കഴിഞ്ഞ ആഴ്ചയൊക്കെ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ സംരക്ഷണം ഇസ്ലാം പറഞ്ഞ സംരക്ഷിക്കൽ നിർബന്ധമായി പറഞ്ഞ 5 കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് സ്വത്ത് സംരക്ഷണം. അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോകുന്നത് 2 നിലക്കാണ്. ഒന്ന്, സ്വന്തം തന്നെ അതിനെ നഷ്ടപ്പെടുത്തുന്നവരുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരാൽ നമ്മുടെ ധനം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതിൽപ്പെട്ടൊരു വിഷയമാണ് കഴിഞ്ഞ ആഴ്ച ഈ കൈക്കൂലിയെ പറ്റി പറഞ്ഞത്. കൈക്കൂലി നമ്മൾ കൊടുക്കുമ്പോൾ ആ പണം നമുക്ക് ശരിക്കും നഷ്ടപ്പെട്ടു പോവുകയാണ്, വേണ്ടാത്ത വഴിയിലൂടെയാണ് അത് പോണത്. കൈക്കൂലി കൊടുക്കേണ്ടി വരിക പ്രശ്നമുള്ളത്. അപ്പം അതുപോലെ നമ്മുടെ ധനം നഷ്ടപ്പെട്ടു പോകുന്ന കുറേ തിന്മകളുണ്ട്. അതിലേക്ക് പിന്നെ വരാം. ഇന്ന് ഞാനൊരു കാര്യം പറയാം. സ്വന്തം അത് നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യം, നമ്മുടെ ധനം നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യം, അത് ശ്രദ്ധിക്കണം. അങ്ങനെ ചിലതുണ്ട്. അതിൽപ്പെട്ടതാണ് അൽ ഇസ്റാഫ് എന്ന് പറയും, അതുപോലെ തബ്ദീർ. ഇത് രണ്ടും ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ശക്തമായി വിലക്കുണ്ട്. ഇസ്റാഫ് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, ദൂർത്തടിക്കുക, അമിതവ്യയം. തബ്ദീർ എന്ന് പറഞ്ഞാൽ അങ്ങനെ രണ്ടും വ്യത്യാസമുണ്ട് എന്നാണ് അതിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയണത്. ഇസ്റാഫ് എന്ന് പറഞ്ഞാൽ അനുവദനീയമായ കാര്യം തന്നെ, അതിൽ അമിതത്വം കാണിക്കുക, അതിൽ അമിതമാക്കുക. അനുവദിച്ച കാര്യം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, കുലു വശ്റബു, നിങ്ങൾ തിന്നുക, കുടിക്കുക, എന്നാ വലാ തുസ്രിഫു, അമിതമാകരുത്. അപ്പോൾ തിന്നൽ വേണ്ടതാണ്, കുടിക്കണം, ഇതൊക്കെ ദീൻ നമ്മളോട് പറഞ്ഞതാണ്, ചെയ്യണം. പക്ഷെ അതിൽ അമിതമാകരുത്. അപ്പം അല്ലാഹ് ഹലാലാക്കിയത് മുബാഹായ അനുവദനീയമായ കാര്യം, പറഞ്ഞ കാര്യം, അത് അവിടെ ഒരു അതിർത്തി ഉണ്ട്, അവിടെ നിന്നാൽ മതി, അതിനപ്പുറം കിടക്കണ്ട. അതാണ് ഇസ്റാഫ് എന്ന് പറയണം. എന്നാൽ തബ്ദീർ എന്ന് പറയണതോ അത് ഇതിനേക്കാൾ അപകടമുള്ളതാണ്. തബ്ദീർ എന്ന് പറഞ്ഞാൽ കുല്ലു നഫഖത്തിൻ ഫീ മഅസിയ, തിന്മയിൽ ചെലവഴിക്കുക എന്ന്. അസ്ൽ തന്നെ ഹറാമാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. പിന്നെ നമ്മുടെ പണം അതിൽ ചെലവഴിക്കുക, ഹറാമായ വഴിയിൽ നമ്മുടെ പണം ചെലവഴിക്കുന്നതാണ് എന്ത്? തബ്ദീർ. അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ആദ്യം തന്നെ ഇസ്റാഫിന് അല്ലാഹ് മുസ്രിഫീങ്ങളെ, അമിതവ്യയം ചെയ്യുന്നവരെ അല്ലാഹ് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇത് ചെയ്യുന്നവരെ, തബ്ദീർ ചെയ്യുന്നവരെ ഒന്നും കൂടെ അപകടത്തിലാണ് പറയണം. എന്തൊക്കെ പറഞ്ഞത്? ആദ്യതൽ ഖുർബ ഹഖഹു, അടുത്ത ബന്ധുക്കൾക്ക് അവരുടെ അവകാശം കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കുറേ ഹക്ക് നമ്മൾ ചെയ്ത് വിട്ടുണ്ടല്ലോ. വൽ മിസ്കീന, പാവങ്ങൾക്കും അവരുടെ ഹക്ക് കൊടുക്കുക പറഞ്ഞു. വബിനസ്സബീൽ, യാത്രക്കാർക്കും.
പിന്നെ വലാ തുബദ്ദിർ തബ്ദീറ, എന്ത് ചെയ്യരുത്? തബ്ദീർ ചെയ്യരുത്, ദുർവ്യയം ചെയ്യരുത്. അപ്പൊ ഈ തബ്ദീർ എന്ന് പറഞ്ഞാൽ ഒന്ന് അള്ളാഹ് തന്നെ വിലക്കിയ വിഷയത്തിൽ ചെലവഴിക്കുന്നത് നമ്മൾ പറഞ്ഞു. എന്നിട്ട് പിന്നെ അവരെ പറ്റി പറയാം, ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാത്തീൻ. ഈ ദുർവ്യയം ഈ രൂപത്തിൽ ചെയ്യുന്നവർ, അള്ളാഹ് വിലക്കിയ തിന്മകൾക്ക് അള്ളാഹ് നൽകിയ അനുഗ്രഹമായ പണം ചെലവഴിക്കുന്നവര് പിശാചുക്കളുടെ കൂട്ടുകാരാണ്, അവര് പിശാചുക്കളുടെ സഹോദരന്മാരാണ്. വകാന ശൈത്താൻ ലിറബ്ബിഹി കഫൂറ, ശൈത്താനാണെങ്കിലോ റബ്ബിനോട് നന്ദി കാണിച്ച ആളാണ്. അപ്പോൾ റബ്ബ് കൊടുത്ത ആ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാത്തതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പിശാച്. ഇതുപോലെ ഈ ധനം ആരാ തരുന്നത്? അള്ളാഹ് നൽകുന്നതാണല്ലോ. എന്നിട്ട് റബ്ബ് വിലക്കിയ വഴിയിൽ അത് ചെലവഴിക്കുക എന്നാണ് തീർത്തും പിശാചിന്റെ പണിയാണ്. അത് പിശാചിന്റെ സഹോദരന്മാർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ പറയണം. അപ്പൊ ഇന്ന് നമ്മുടെ മിക്ക മേഖല എടുത്താലും ഇത് രണ്ടും സമ്മേളിച്ചതായി പലതും കാണും. ഇസ്റാഫും ഉണ്ടാകും, തബ്ദീറുണ്ട്. പലതിലും നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ അള്ളാഹു പറഞ്ഞതല്ലേ, വിലക്കുള്ളതൊക്കെ ആ നിലക്കന്നെ കാണണം. ഇപ്പൊ ഞാൻ പറയാം, ഒന്ന് നമ്മുടെ വിവാഹ രംഗം ഒരു ഉദാഹരണം പറയാം. വിവാഹത്തിൽ നമുക്കറിയാം, ആൾക്കാരെ വിളിക്കും, ഒരു ഭക്ഷണമൊക്കെ കൊടുക്കണം. പക്ഷെ അതിൽ ഇസ്റാഫ് ഉണ്ടോ? അങ്ങോട്ട് പറഞ്ഞാൽ മതി, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പണ്ടൊക്കെ ഒരു ദിവസമാണ്, ഇന്ന് 2 ദിവസം. ഇന്നിപ്പോൾ ആഴ്ചകൾ നീളുന്ന കല്യാണ മഹാമഹങ്ങളൊക്കെ ഉണ്ടല്ലോ. അവിടേക്ക് എന്ത് അള്ളാന്റെ നിർദ്ദേശമല്ലേ? അങ്ങനെയാണ് ആൾക്കാർ. അതൊന്നും പറഞ്ഞ ഈ കാലത്ത് ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയാം. പക്ഷേ അള്ളാഹ് പറഞ്ഞു, ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അമിതമാക്കുന്നവരെ അള്ളാഹ് ഇഷ്ടപ്പെടുകയില്ല എന്ന് പറഞ്ഞത് നമ്മളെ ഭയപ്പെടുത്തണം. ഈ അനുവദിച്ച വിഷയത്തിലുള്ള അമിതമാക്കൽ മാത്രമല്ല ഇതിലുള്ളത്. പിന്നെ പിശാചിന്റെ കൂട്ടുകാർ എന്ന് പറഞ്ഞല്ലോ, തബ്ദീർ. അതുകൊണ്ട് പല കല്യാണങ്ങളും മ്യൂസിക്കുകളും അതിന് ഗാനമേള ഗ്രൂപ്പുകളെ കൊണ്ടുവരലും വേറെ ചിലതൊക്കെ ലഹരി പദാർത്ഥങ്ങളും മറ്റൊക്കെ ഉണ്ടെന്ന് അറിയുന്നുണ്ട്. അപ്പൊ റബ്ബ് തന്ന ഒരു അനുഗ്രഹം ഏത് വഴിയിലൂടെയാണ് പോകുന്നത്? ഇതുപോലെ ഓരോരുത്തർ മേഖല എടുത്തു നോക്കിയാൽ മതി. ഒരു വാഹനം നമുക്ക് ആവശ്യമാണല്ലോ, ഒരു വാഹനം വേണ്ടേ? അത് നല്ലൊരു കാര്യമാണ്. ഒരു പുതിയ വാഹനം ഒരാൾ വാങ്ങാൻ എനിക്ക് തോന്നുന്ന ഒരു 10 കൊല്ലമൊക്കെ അതിന് മതി ചുരുങ്ങിയത്. പക്ഷെ എല്ലാ കൊല്ലവും വാഹനം മാറ്റുന്നവരുണ്ട്. അതിപ്പോ ഒരു വാഹനത്തിന്റെ ആവശ്യമില്ല, അതൊക്കെ ഒരു പൊങ്ങച്ചമാണ്, സംശയമുണ്ടോ? വേറെ ചില ഇറങ്ങുന്ന മോഡലുകളൊക്കെ വാങ്ങി ശേഖരിക്കും. ഒരു കാറ് പ്രേമിയാണെന്നറിയും, അതിനൊക്കെ ഇങ്ങനെ ഉഷാറായി നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇതുപോലെ നിങ്ങൾ ഏതൊക്കെ മേഖല എന്ന് പറഞ്ഞു, ചെറുതുപോലെ ഇസ്രാഫ് പറ്റില്ല. നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതി പോലും അത് ആവശ്യമില്ലാതെ എല്ലാ റൂമിലും ആ ബൾബ്, ഫാന്, AC ഉണ്ടെങ്കിൽ അത് ഒക്കെ വെറുതെ ഇങ്ങനെ ഇട്ട് വെക്കണോ? ആവശ്യത്തിന് മാത്രമല്ല ഉപയോഗിക്കേണ്ടത്. ഇത് ഇസ്രാഫിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തിലൊക്കെ കുറെ വന്നിട്ടുണ്ട്. 2 വചനം ഞാൻ പറഞ്ഞു. ഇനി ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്തും കൂടി ഇങ്ങനെയാണ്. എന്തായാലോ വല്ലദീന ഇദാ അൻഫഖൂ, അത് ഇബാദുർ റഹ്മാനെ പരിചയപ്പെടും. അള്ളാഹുവിന്റെ അടിമകൾ, അള്ളാഹ് തൃപ്തിപ്പെട്ട അടിമകളെ വിശേഷണങ്ങൾ ഇങ്ങനെ പറയുന്ന കൂട്ടത്തിലേ ഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് വല്ലദീന ഇദാ അൻഫഖൂ, അവരാരാണ്? അവർ ചെലവഴിച്ചാൽ ലം യുസ്രിഫു, അവര് ഇസ്റാഫ് കാണിക്കൂല, അമിതവ്യയം അത് ചെയ്യൂല. വലം യഖ്തുറു, പിശുക്കുകയുമില്ല. വഖാന ബൈനദാലിക ഖവാമ, അതിന്റെ ഇടയിലുള്ള ഒരു മധ്യ നില, അതാണ് അവർ സ്വീകരിക്കുക. അപ്പോൾ ഇസ്റാഫിനെതിരെ വന്നു, പിശുക്കത്തരത്തിനും എതിരെ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇന്നല്ലാഹ യർളാ ലക്കും സലാസ, 3 കാര്യം അള്ളാഹ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു. വയക്റഹു ലക്കും സലാസ, 3 കാര്യം അള്ളാഹ് നിങ്ങൾക്ക് വെറുക്കുന്നു എന്നാണ്. 3 കാര്യം ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അൻതഅബുദു വലാ തുശ്രികൂ ബിഹി ഷൈഅ, നിങ്ങൾ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് എടുക്കാൻ, യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. ആ പങ്കു ചേർക്കൽ വലിയ ശിർക്ക് എന്തായാലും പറ്റൂല, ചെറിയ ശിർക്കും പറ്റൂല. ശിർക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അവന് മാത്രം ഇബാദത്ത് എടുക്കുക, ഇബാദത്തുകളൊക്കെ അവന് മാത്രമാക്കുക. അതാണ് ഒരു കാര്യം പറഞ്ഞത്. വൻ തഅ്തസിമു ബിഹബിലില്ലാഹി ജമീഅൻ, എല്ലാവരും അള്ളാന്റെ പാശത്തെ മുറുകെ പിടിക്കുക. നബിനെ പ്രശ്നമല്ലല്ലോ, ഏത് വിഷയവും തർക്കമുള്ള വിഷയമൊക്കെയാണ്. എന്താണ് അള്ളാന്റെ കിതാബിൽ റസൂലിന്റെ സുന്നത്തിലുള്ളത്, അത് മുറുകെ പിടിക്കുക. അപ്പൊ പിന്നെ എല്ലാവരും തന്നെ കിതാബ് തന്നെ സുന്നത്ത് എന്ന് പറയും.
അപ്പോഴാണ് അടുത്ത കായിക, അടുത്ത നിയമം വരുന്നത്. ഇത് ഒന്നാമത്തെ നിയമം പറഞ്ഞെന്താ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രമാണം പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ്. പക്ഷെ വ്യത്യസ്ത കക്ഷികളൊക്കെ അതിനെ പറയണം, ഞങ്ങളുടെ പ്രമാണം ഖുർആനുമാണ് സുന്നത്താണ്. അപ്പൊ എന്താ ചെയ്യുക? അവിടെയാണ് രണ്ടാമത്തെ നിയമം. അതെന്താണ്? മൻഹജു സലഫ് എന്ന് പറയും, പൂർവികരുടെ മാർഗം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പറഞ്ഞ മാതിരി തന്നെയാണോ പൂർവികരെ ആയത്തിന് വിശദീകരിച്ച്? പൂർവികർ എന്നാണ് ഏറ്റവും പ്രധാന സഹാബികൾ, പിന്നെ താബികൾ, താബികൾ വരാണ്. അപ്പൊ ആയത്തോതിയിട്ട് തോന്നിയതുപോലെ പറയുമ്പോൾ അവർ നമ്മൾ പിടികൂടും. ഇങ്ങോട്ട് പറഞ്ഞ മാതിരിയല്ല സഹാബികൾ അതിനെ മനസ്സിലാക്കി, ഇങ്ങോട്ട് പറഞ്ഞ മാതിരിയല്ല താബികൾ അതിനെ മനസ്സിലാക്കി. ഏതുപോലെ അല്ലാഹ് അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവുണ്ടോ ചോദിച്ചപ്പോൾ ഒരു സംവാദത്തിൽ ഒരാൾ പറഞ്ഞെന്തറിയോ, തെളിവുണ്ട് വസ്അൽമൻ അർസൽന എന്ന് ഖുർആനിൽ ഒരു ആയത്താണ്ട് ഓതി. അപ്പോൾ ഒന്നും അറിയാത്തവർക്ക് ആ ആയത്ത് ഓതിച്ചു അള്ളാഹ് അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവുണ്ട് എന്നിപ്പോൾ കിട്ടി എന്ന് സാധാരണക്കാർ മനസ്സിലാക്കും. അവരാണ് ഈ കായിക. ഉടനെ ചോദിച്ചു, ഇത് അള്ളാഹ് അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള തെളിവാണെങ്കിൽ ഏത് സഹാബിയാണ് അങ്ങനെ വിശദീകരിച്ചത്, ഏത് താബിയാണ് അങ്ങനെ വിശദീകരിച്ചത് എന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയില്ല. അത് ഇവരെ പോക്കറ്റിൽ നിൽക്കുന്ന വ്യാഖ്യാനമാണ്. ഇതിനാണ് മൻഹജു സലഫ് എന്ന് പറയുന്നത്. ഈ നിലക്കണം നോക്കിയാൽ അതിലാണ്ട് യോജിച്ച ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ആൾക്കാർക്ക് പല താല്പര്യമുള്ളത് കൊണ്ട്, ദുനിയാവി താല്പര്യമൊക്കെ ഉള്ളത് കൊണ്ട് അതിനങ്ങനെ കിതാബുക്കും സുന്നത്തുക്കും അടങ്ങാനൊന്നും പലരും തയ്യാറില്ല എന്നുള്ള വേറെ വിഷയം. അപ്പൊ ഏതായാലും ശരി, ഇവിടെ അൽ ജമാ എന്നൊരർത്ഥത്തിൽ കൊടുത്തിട്ടുണ്ട്. തഅസ്സസിമു ബിഹബിലില്ലാഹ് എന്ന് പറഞ്ഞാൽ ജമാഅത്ത്, ഇതേ പറഞ്ഞ വിഭാഗം ഏത് ഹക്കിൽ നിലകൊള്ളുന്ന ഇവ എല്ലാ കാലത്തും ഉണ്ടാവും. അവരെ മനസ്സിലാക്കിയിട്ട് അവരെ കൂടെ തന്നെ നിൽക്കണം എന്നാണ് പറഞ്ഞത്. ഞാൻ ഒന്നുമില്ല എന്ന് പറയണല്ല ശരി, മറിച്ച് ഇവിടെ പല കക്ഷികളുണ്ട്. അതിൽ എന്ന് സത്യത്തിൽ നിലനിൽക്കുന്നത് ഖിയാമത്ത് നാൾ വരെ ഒരു കക്ഷി ഉണ്ടാവും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നെ ഞാൻ അതിൻ്റെ കൂടെ നിൽക്കണം എന്നാണ്. ഞാൻ ഒന്നുമില്ലാതെ വരമ്പത്ത് കയറിക്കണ പരിപാടിയല്ല ഇസ്ലാം പറയണത്. അങ്ങനെ നിരീക്ഷകരായിട്ടൊന്നും ആ ഇസ്ലാമിൽ വേണ്ടതില്ല. മറിച്ച് എന്താണോ ശരി അതിലേക്ക് നിൽക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണ് ദീൻ പഠിപ്പിച്ച്. പിന്നെ അവർക്കൊരു നേതൃത്വം ഉണ്ട്, നേതൃത്വത്തെ അനുസരിക്കണം എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞത്. അതാ മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന 3 കാര്യം. പിന്നെ കരിഹലക്കും സലാസ, 3 കാര്യം വെറുക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അള്ളാഹ് 3 കാര്യം വെറുക്കുന്നു എന്ന് പറഞ്ഞ്, ഒന്ന് ഖീല വഖാല, അങ്ങനെ കേട്ട് ഇങ്ങനെ കേട്ട് പറഞ്ഞ് വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോൾ ഉറക്കം വെച്ചിട്ട് വെറുതെ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരു ഉപകാരമില്ലാത്ത കാര്യങ്ങൾ. അറബി സെറുസറത്ത് എന്നൊക്കെ പറയും. വെറുതെ വായാടികളായിട്ട് ഒരു ഉപകാരം ദുനിയാവിലും ഉണ്ടാവില്ല, പരലോകത്തിലും ഉണ്ടാവില്ല, വെറുതെ നീട്ടി വലിച്ച് ഓരോന്ന് പറയും. അപ്പോൾ കസറത്ത് സുആൽ, പിന്നെ ചോദ്യം വർദ്ധിപ്പിക്കുക, ഒന്ന് യാചന. അതിനൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് വിശദീകരണത്തിൽ. അതല്ലേ ദീനിന്റെ വിഷയം തന്നെ ആവശ്യമില്ലാത്ത ഇങ്ങനെ ചോദിക്കും. മുമ്പ് ഇസ്രായേലിൽ ചോദിച്ചില്ലേ, പശുക്കുട്ടിനെ ആരാധിക്കണം പറഞ്ഞാൽ അതുകൊണ്ട് അല്ല, പശുക്കുട്ടിനെ അറക്കണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥം മതി, അതിനെ നിറെന്താ, അത് കോലെന്താന്ന് ചോദിച്ചിട്ട് വെറുതെ എപ്പോൾ പോലെ സംശയം തീരനല്ല. പറഞ്ഞു കൊടുത്താലും തീരാത്ത കുറെ ആൾക്കാരുണ്ട് സംശയം. അത് ചോദിച്ചു കൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഈ കസറത്തുകാരുടെ വേറൊരുത്തന്റെ രഹസ്യം ചോർത്താനൊക്കെ അത് നോക്കി ഇങ്ങനെ നടക്കുക, ചാരപ്പണിയായിട്ട് ഇങ്ങനെ. അത്തരം കാര്യങ്ങൾ നമ്മളോട് അതുപോലെ യുദ്ധ സന്ദർഭങ്ങളിലൊക്കെയാണ് ചാരന്മാരുടെ ആവശ്യമൊക്കെ വരിക. അല്ലാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സഹോദരന്മാരെ പറ്റി ഓരോ രഹസ്യം എന്താ, ഓനെന്താ അങ്ങനെ, ഓനെന്താ ഇങ്ങനെ, ഇതൊന്നും അന്വേഷിച്ച് നടക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പൊ ഏതായാലും കസറത്തു സുആൽ. പിന്നെ പറഞ്ഞ ഇളാഅത്തുൽ മാൽ, ധനം പാഴാക്കുക. അള്ളാഹ്ക്ക് വെറുപ്പുള്ള കാര്യമാണ്. ധനം അള്ളാഹ് നൽകുന്ന അനുഗ്രഹമാണ്. അത് വേണ്ടാത്ത കാര്യത്തിൽ പാഴാക്കുക എന്ന് പറയുന്നത് അള്ളാഹ് വെറുത്ത വിഷയമാണ് എന്നാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ദുർവ്യയത്തെ പറ്റി പലതും വന്ന കൂട്ടത്തിൽ പറഞ്ഞ ഇതുപോലെ നമ്മളൊക്കെ കേട്ട ഒന്നുണ്ട്. ഒന്ന് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഓള് കൊടുക്കുമ്പോൾ നബി പറയും, എന്താണ് ഭയങ്കര ദുർവ്യയം, വെള്ളം എത്ര ഉപയോഗിക്കണമെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, നബി ഈ വെള്ളത്തിലുണ്ട് ദുർവ്യയം? അതുണ്ട്. വൈൻ കുന്തഫി നെഹ്റിൻ ജാർ, ഒഴുകുന്ന പുഴയിലാണെങ്കിലും അവിടെയൊന്നും വെള്ളം ദുർവ്യയം ചെയ്യാൻ പറ്റില്ല, ആവശ്യത്തിന് ഉപയോഗിച്ചാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമൊക്കെ കുളിച്ചത് തന്നെ ഒരു സ്വാഗ് കൊണ്ട് കുളിച്ചു. ഒരു സ്വാഗ് എന്ന് പറഞ്ഞാൽ ഒരു ആളുടെ കൈയിന്റെ 4 കോരലിനാണ് ഒരു സാഗ് എന്നറിയാം. അപ്പൊ ഒരു സാഗ് അല്ലെങ്കിൽ 5 മുദ്ദ് ഇതുകൊണ്ടൊക്കെ നബി കുളിച്ചു. ഒരു മുദ്ദ് കൊണ്ട് നബി ഒളുടുത്തു എന്നൊക്കെ സഹാബികൾ നമുക്ക് പറഞ്ഞുതരാണ്. ഉള്ളതുപോലെ ഇത്ര ശ്രദ്ധിക്കുന്നുണ്ട് അവര്. ഇതുകൊണ്ടൊക്കെ എന്താ പറയുക, ഇങ്ങനെ ശ്രദ്ധിച്ചാൽ അവരുടെ ധനം നല്ല കാര്യത്തിന് ഉപയോഗിക്കാൻ ഉണ്ടാകും. അങ്ങനെയാണ്. അല്ലാത്തവർക്ക് ഉണ്ടാവില്ല. കാരണം അവർക്ക് ഇങ്ങനെ ദുർവ്യയം ചെയ്ത് വഴിമാറി ഇങ്ങനെ പോകുമ്പോൾ അവരുടെ മുമ്പിൽ നല്ലൊരു കാര്യം വരുമ്പോൾ നമുക്ക് കൊടുക്കാനൊന്നും ഉണ്ടാവില്ല. അങ്ങനെ പേര് വിളിക്കുന്നു. ഇനി ഞാനൊരു ഉദാഹരണം പറയുമ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ അറിയാത്തവരുണ്ടാവില്ല. അദ്ദേഹം വലിയ മദീനയിലെ സമ്പന്നനായിരുന്നു. അദ്ദേഹം തബൂക്ക് യുദ്ധത്തിൽ കൊടുത്തത് നബിയപ്പന്റെ അടുത്ത് 4000 ദിർഹം ദീനാറുണ്ട്, 2000 ഫണ്ട് കാണുന്നതാണ്.
അദ്ദേഹത്തെ പറ്റി പ്രസിദ്ധമായ ഒന്നുണ്ട്, അൽ ഖാഫില. എന്താണെന്നറിയോ? ഒരിക്കൽ മദീനയിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായി. ഭക്ഷ്യക്ഷാമം. ഈ സമയത്ത് ആൾക്കാർക്ക് പൈസ ഉണ്ട്, പക്ഷെ സാധനം വാങ്ങാനല്ല, വലിയ പ്രശ്നമുള്ളൂ. ആ നേരമാണ് 700 ഒട്ടകപ്പുറത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ കച്ചവട വസ്തുക്കളൊക്കെ ഇങ്ങനെ മദീനയിലേക്ക് വരേണ്ടത്. എല്ലാ കച്ചവടക്കാരും അതിനോട്ട് പൊതിഞ്ഞു, ഞങ്ങൾ ഇരട്ടി പൈസ ഞങ്ങൾക്ക് തരൂ പറഞ്ഞിട്ട്. അപ്പോൾ അധികം തന്നാലേ തരുള്ളൂ പറഞ്ഞു. ഇരട്ടി തരാറുണ്ടല്ലോ, അത് പോരാ, എനിക്ക് അതിനേക്കാൾ വേണം, ലാഭം നല്ലോണം വേണം. ഇതാണ് അദ്ദേഹം പറയുന്നത്. ചില 2 ഇരട്ടി തരാം, 3 ഇരട്ടി തരാറുണ്ട്, അതൊന്നും പോരാ. പിന്നെ എത്ര വേണം? എനിക്ക് 10 ഇരട്ടി തരാറുണ്ട്. അതിനേക്കാൾ തരാറുണ്ടോ ചോദിച്ചു. 10 ഇരട്ടി തരിക, അതാരാ? അങ്ങനെ ഉണ്ട്. എന്നിട്ട് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുകയാണ്. അള്ളാഹിനെ സാക്ഷ്യപ്പെടുത്തിയാൻ പറയുന്നു, 1-ന് 10 ഏറ്റവും ചെറിയ അള്ളാഹ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇത് അള്ളാഹിന്റെ മാർഗത്തിൽ ഞാൻ ചെലവഴിക്കുകയാണെന്നാണ്. ആ നേരം മദീനയിലെ ആവശ്യമാണ്. എല്ലാവരും ഭക്ഷ്യവസ്തുക്കളില്ലാതെ നിൽക്കുന്ന നേരത്തെ 700 ഒട്ടകത്തിന്റെ പുറത്തുള്ള സാധനം മുഴുവനും അദ്ദേഹം ഫ്രീ അയച്ച് കൊടുക്കുക ചെയ്തത്. ഇതേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് വിവാഹം ചെയ്ത്, അദ്ദേഹത്തിന്റെ വിവാഹം നിങ്ങൾക്കറിയോ? നബി പോലും അറിഞ്ഞിട്ടില്ല വിവാഹം ചെയ്ത്. എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ മേലെ സുഗന്ധവും നല്ല വസ്ത്രമൊക്കെ കണ്ടപ്പം നബി ചോദിച്ചു, എന്താ ഇത്? അപ്പൊ നബി, ഞാൻ വിവാഹം ചെയ്തു എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, അള്ളാഹ് ബർക്കത്ത് ചെയ്യട്ടെ. എന്നാൽ ഔലി വലോ ബിസാത്ത്, ഒരാടിനെയെങ്കിലും അറുത്തിട്ട് വലീമത്ത് കൊടുക്കും. ഒരു ചെറിയ കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന് 31-32 മക്കളിട്ടുണ്ടായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. നമ്മൾ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു കല്യാണമെങ്കിലും ആൾക്കാരെ കുറെ വിളിച്ചിട്ട് അവിടെ ഒരു ദുർവ്യയം ചെയ്തത്? പക്ഷെ ഇന്നൊക്കെ കല്യാണ മഹാമകളും മറ്റൊക്കെ നടക്കും, നല്ല കാര്യത്തിന് കൊടുക്കാണ്ടാവില്ല. ഇവര് വേണ്ടാത്ത ദുർവ്യയൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്തായെന്നറിയോ? നല്ല കാര്യത്തിന് കൊടുക്കാൻ ഇഷ്ടം പോലെ അവരെത്തുണ്ടായി. ഇതൊക്കെ നമുക്ക് പാടില്ല. നമ്മള് അവരെ ജീവിതം നോക്കാനല്ല നമ്മൾ പറഞ്ഞേ. വേണ്ടാത്തോടത്ത് കണ്ടമാനം ദുർവ്യയം ചെയ്യുന്നവർ അതൊന്ന് നിർത്തിവെച്ചാൽ, നല്ല നല്ല പദ്ധതികൾ അവരുടെ മുമ്പിൽ വരുമ്പോൾ, ആവശ്യം വരുമ്പോൾ അവർക്ക് എന്തെല്ലാം കൊടുക്കാണ്ടാകും. ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ പറ്റി നമുക്കറിയാം. ഇതുപോലെ മദീനയിലെ മഹാസമ്പന്നനാണ്. അദ്ദേഹത്തിന് 15 കുട്ടികളിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കുട്ടിന്റെ കല്യാണം ചരിത്രത്തിൽ എവിടെയും കാണുന്നുണ്ടോ? ഞാൻ കല്യാണം മാത്രമല്ല, പല വിഷയത്തിലും ദുർവ്യയം ചെയ്തിട്ട് മനുഷ്യന്മാർ അള്ള കൊടുത്ത അനുഗ്രഹം വഴി വിട്ട് ഇങ്ങനെ ചെലവഴിക്കുകയാണ്. അതൊന്ന് പിടിച്ചു വെച്ചാൽ അള്ള ഇഷ്ടപ്പെട്ട മാർഗത്തിലൂടെ എന്തൊക്കെ ചെലവഴിക്കാൻ പറ്റും. അദ്ദേഹത്തിന്റെ വഖഫ് ഇന്നും കൂടി നിലനിൽക്കുന്നുണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അള്ളാന്റെ മാർഗത്തിൽ. അപ്പൊ നമ്മളിതൊക്കെ ഒന്ന് തിരിച്ചാലോചിക്കണം. കാരണം ഇതാണ് നമ്മുടെ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. മറ്റതൊക്കെ പോവും, കുറ്റും കുട്ടും പുറമേ. കാരണം അത് ഇഖ്വാനു ശയാത്തിൻ, പിശാചിക്കരുടെ സഹോദരന്മാരാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. എന്നാൽ ഇത് ഒരു കാര്യത്തിന് 700 ഇരട്ടി വരെ കൂലി പോകുന്ന നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ഈ വിഷയത്തെപ്പറ്റി തീർത്തും അശ്രദ്ധരായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആലോചിക്കണം എന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ പറഞ്ഞതാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും വസിയത്ത് ചെയ്യാം. ഞാൻ ഒരൊറ്റ സംഭവം മാത്രം ഓർമ്മയാക്കാം. പണ്ട് കാലത്തുള്ള ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, അതൊരു നമ്മുടെ സാമ്പത്തിക വിഷയത്തിൽ നമുക്ക് വരുമാനമുള്ളവരെ പറ്റി പറയണം. അന്നന്നത്തെ ജീവിതം തന്നെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുന്നവരെ പറ്റി അല്ല പറയണത്. അള്ളാഹു അവന്റെ നിയമത്തിൽ നിലനിൽക്കുക എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കാൻ പറ്റുന്നവരുണ്ടാവുമല്ലോ, അവരവരുടെ ധനം ഒക്കെ ഒന്ന് ക്രമീകരിച്ചാൽ വരുമാനം അതിനൊരു ശതമാനമാകും. ഇത്ര ശതമാനം എൻ്റെ അടിസ്ഥാന ചെലവിന്, കുടുംബത്തിന്, വസ്ത്രത്തിന്, മറ്റുള്ളതൊക്കെ, ഇത്ര ശതമാനം എൻ്റെ കാര്യത്തിനും, ഇത്ര ശതമാനം, ഇങ്ങനെയൊക്കെ തീരുമാനിച്ചാണ്ടല്ലോ ഏതൊരു പദ്ധതി അവരുടെ മുമ്പിൽ വരുമ്പോഴും അവർക്ക് അതിന് എന്തെങ്കിലുമൊക്കെ പങ്കെടുക്കാൻ പറ്റും. യാതൊരു പ്രയാസവും ഉണ്ടാവില്ല, ഇടങ്ങേറും ഉണ്ടാവില്ല മനസ്സിന്. ഇങ്ങനെയാണ്. അപ്പൊ ഏതായാലും ഈ സംഭവം ഇതാണ്. ഒരാളിങ്ങനെ നടന്നു പോകുമ്പോൾ മേഘത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. മേഘത്തിൽ നിന്ന് എന്താ ശബ്ദം എന്നറിയോ? ഇസ്കി ഹദീഖത്ത ഫുലാൻ, ഒരു വ്യക്തിന്റെ പേര് പറഞ്ഞിട്ട് ആ വ്യക്തിയുടെ തോട്ടം നനക്കുക. അപ്പൊ മേഘത്തിനോട് ഒരാൾ നിർദ്ദേശം കൊടുത്താൽ അതിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട മലക്കിന്റെ ശബ്ദമായിരിക്കുമല്ലോ അത്. ഇതാണ് അദ്ദേഹം കേട്ടത്. അപ്പൊ ഇതിന് അത്ഭുതം, ഒരു പുതുമുണ്ട്. അങ്ങനെ ചില അത്ഭുതങ്ങളൊക്കെ ചില സമയത്ത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ലോകത്തൊരാൾ ഇതിന് കുഴപ്പം പറഞ്ഞിട്ടില്ല. ഖുർആൻ കഴിഞ്ഞ ബുഖാരി, പിന്നെ മുസ്ലിം നിങ്ങൾ കേട്ടില്ലേ? അപ്പൊ ഏതായാലും ശരി, ഇത് കേട്ടപ്പോ ഈ കേട്ട ആൾക്ക് ഭയങ്കര അത്ഭുതം. ഇതെന്താ മേഘത്തുനിന്നൊരു ശബ്ദം, എന്നിട്ട് ഇന്ന ആളുടെ തോട്ടം നനക്കുക എന്നാ പറഞ്ഞത്. എന്നിട്ട് മേഘം ഒരു വൈത്ത് ഇങ്ങനെ പോകണുണ്ട്. അപ്പൊ ഇതിന് പിന്നാലെ പോയപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോൾ അവിടെ മഴ പെയ്തു.
അപ്പോൾ ആ മഴ പെയ്ത തോട്ടത്തിൽ എന്താ പോയി നോക്കുമ്പോൾ അവിടെ ഉണ്ട് ഒരാൾ, ഒരു കർഷകൻ ആ വെള്ളമൊക്കെ ഇങ്ങനെ റെഡിയാക്കി അതിൻ്റെ കൃഷിക്ക് ഇങ്ങനെ തിരിച്ചു വിടുന്നുണ്ട്. അപ്പോൾ ഇയാൾ ചോദിച്ചു, ഇല്ല നിങ്ങളുടെ തോട്ടം അതുമായി ബന്ധപ്പെട്ട ഒരു ശബ്ദം ഞാൻ ആകാശത്ത് നിന്ന് കേട്ടു, എന്താ അങ്ങോട്ട് ചെയ്യണേ? നിങ്ങളുടെ കൃഷി തോട്ടമൊക്കെ വളരെ ഉഷാറുവാണല്ലോ. അപ്പം അദ്ദേഹം പറഞ്ഞു, ചോദിച്ച സ്ഥിതിക്കാൻ പറയാം, ഞാൻ ഇതിൻ്റെ 1/3 ദാനം ചെയ്യും. അദ്ദേഹം ശതമാനം കണക്കാക്കുക, ഇതിൻ്റെ വരുമാനത്തിൻ്റെ 1/3 ദാനം ചെയ്യും. 1/3 എൻ്റെ കുടുംബത്തിന്, അത് മതി. 1/3 എനിക്ക് ഇതിലേക്ക് വീണ്ടും വിത്തിറക്കണമല്ലോ, അതിനു വേണ്ടി ഞാൻ ഉപയോഗിക്കും സ്ഥിരമായി. അപ്പൊ എന്താന്ന് വെച്ചാല് പരലോകത്തിലും ഈ ദുനിയാവിലും ബർക്കത്ത്. കാരണം അതിനു വേണ്ടി ആകാശത്ത് മഴ വന്നു പറഞ്ഞ നിസ്സാരമായ വിഷയമാണോ? നമുക്ക് അള്ള തന്ന അനുഗ്രഹം അള്ള വിചാരിച്ച രൂപത്തിലേക്ക് നമ്മളിതിന് ക്രമീകരിക്കുമ്പോൾ റബ്ബിന്റെ ഇഷ്ടം അതിലടങ്ങിയിട്ടില്ലേ? പക്ഷെ ഇതുണ്ടല്ലോ, ഇത് മര്യാദക്കല്ലെങ്കിൽ ലാ തസൂലു ഖദമ അബ്ദിൻ, കഴിഞ്ഞ ആഴ്ച കളിപ്പിച്ചില്ലേ, നാളെ പരലോകത്തുമ്പോഴെ കൊടുങ്ങുക, നമ്മുടെ കാല് മുമ്പോട്ടാക്കാൻ പറ്റൂല. നീ എവിടെ നിന്നാ ധനം സമ്പാദിച്ച് ഏതിലാ ചെലവഴിച്ച് ചോദിക്കാതിരിക്കില്ല. ഇത്തരം താക്കീതുകളൊക്കെ ഖുർആൻ സുന്നത്ത് നൽകണം തന്നെ ചിന്തിക്കാനാണ്. ഇതൊന്നും ചെയ്യാതെ നമ്മൾ മരിച്ചുപോയ പ്രശ്നമില്ലേ? അപ്പൊ അദ്ദേഹം ക്രമീകരിച്ചതാണ് തനിക്ക് കിട്ടുന്ന വരുമാനം, അതാണ് നല്ല വരുമാനം കിട്ടുന്നുണ്ട്. അള്ളാഹ് തന്നെ ഇടപെട്ട് ഇങ്ങനെ ഈ രൂപത്തിൽ ചെയ്യല്ലേ. അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൽ അയാളെ തോട്ടത്തിലേക്ക് മാത്രം മഴ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പൊ അദ്ദേഹത്തിന്റെ പ്രവൃത്തി എത്രമാത്രം റബ്ബ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന്റെ 1/3, നമ്മുടെ ധനത്തിന്റെ 1/3 കൊടുക്കാൻ അത് നമ്മൾ പറഞ്ഞിട്ടല്ല. എന്നിട്ട് ആൾക്കാർക്ക് എത്രയുള്ള സക്കാത്ത് കൊടുക്കാൻ പോലും ഒരു പൈസ അല്ല അവസാനം വരും. അപ്പോഴേക്കൊരു ഭാരം. ഇതൊക്കെ മുൻകൂട്ടി ക്രമീകരിച്ചാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അല്ലെങ്കിൽ തന്നെ ഇസ്ലാം ആകെ ഒരു ക്രമമാണ്, എല്ലാത്തിനും ക്രമം വരുത്തിയാണ്. പക്ഷെ നമ്മൾ തോന്നിയ മാതിരി പിശാചിന്റെ ആളായി നടന്നാൽ ഇതൊന്നും കഴിയൂല. അപ്പൊ ശ്രദ്ധിക്കുക എല്ലാവരും, നമ്മുടെ ജീവിതം മാറ്റുക. കാരണം ഇവിടെ കുറച്ച് കാലമുള്ളൂ, ഇത് കഴിഞ്ഞാൽ വേറെ ലോകത്തേക്ക് പോകണം. നമുക്ക് അവിടെയാണ് നമ്മുടെ ജീവിതം എന്നുള്ളത് എപ്പോഴും ആലോചന നമ്മുടെ മനസ്സിൽ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നേറാനുള്ള തൗഫീഖ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മെല്ലാം റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രതിസന്ധിയിലകപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസം നൽകുമാറാവട്ടെ. നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരന്മാർ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മയൊക്കെ അവൻ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. واخر دعوانا ان الحمد لله رب العالمين وصلى الله على محمد.